നമ്മളിപ്പോൾ കൂടുതലും നമ്മുടെ വീടുകളിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ധാരാളമായിട്ട് നട്ട് വളർത്താറുണ്ട്. ഇപ്പോൾ ചെറിയ പോട്ടുകളിലും അതുപോലെ ഡ്രമ്മുകളിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നട്ട് വളർത്താൻ പറ്റുന്ന ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി നട്ട് കഴിയുമ്പോൾ പലർക്കും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പ്ലാന്റ്സ് പൂക്കുന്നില്ല, അല്ലെങ്കിൽ കായ്ക്കുന്നില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു തവണ കായ്ക്കും പിന്നീട് ഇതിൽ കായപിടുത്തം ഉണ്ടാകുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഈ ചെടികളിൽ നന്നായിട്ട് കായപിടുത്തം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഡ്രമ്മുകളിലൊക്കെ ആണല്ലോ നടുന്നത്. അപ്പോൾ നടേണ്ട രീതിയിൽ നമ്മൾ നടുകയും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വളപ്രയോഗം നടത്തുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പഴച്ചെടികളെല്ലാം തന്നെ പെട്ടെന്ന് വളരാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത്, എങ്ങനെയുള്ള പരിചരണമാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തൈ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ലെയർ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള തൈകൾ വേണം വാങ്ങിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈകളാകുമ്പോൾ അത് പൂക്കാനും കായ്ക്കാനും ഒക്കെ കാലതാമസം എടുക്കും. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളവ വളരെ വേഗത്തിൽ തന്നെ പൂ പിടിക്കുകയും കായ പിടിക്കുകയൊക്കെ ചെയ്യും. മാത്രവുമല്ല, ഡ്രമ്മുകളിലും പോട്ടുകളിലും ഒക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ലെയർ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള തൈകളാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സൂര്യപ്രകാശം. സൂര്യപ്രകാശം നന്നായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റ്സിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശം വേണം. പിന്നെ സൂര്യപ്രകാശം വേണ്ടാത്തവ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിന് സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തണം. ഇനി നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ വളപ്രയോഗം അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് കുമ്മായമാണ്. കുമ്മായം കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കരുത്. ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഒരു തടമെടുത്തതിന് ശേഷം വേണം കൊടുക്കാനായിട്ട്. കുമ്മായം ചേർക്കുന്നതിന് മുമ്പ് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുമ്മായം ചേർത്ത് 15 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ജൈവവളമാണോ ഉള്ളത് അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പോസ്റ്റും പച്ചില വളങ്ങളും ഒക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കാവുന്നതാണ്. വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പിടിയോളം എല്ലുപൊടിയും ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ തന്നെ കൊടുക്കാതെ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട്. എങ്കിലേ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം തന്നെ ഈ വളങ്ങളിലൂടെ അതിന് കിട്ടുകയുള്ളൂ. ജൈവ വളങ്ങൾ കൊടുക്കുന്നത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ രാസവളങ്ങൾ കൊടുക്കാം. അതായത് പൊട്ടാഷ്, യൂറിയ പോലുള്ള രാസവളങ്ങൾ കൊടുക്കാവുന്നതാണ്. പഴച്ചെടികൾ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ പൊട്ടാഷ്യം യൂറിയയൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ വർഷത്തിൽ 2 തവണയായിട്ട് നമുക്ക് പൊട്ടാഷൊക്കെ കൊടുക്കാവുന്നതാണ്. രാസവളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചുവട് നനച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞുണങ്ങി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പഴച്ചെടികളിൽ കൂടുതലായിട്ട് ഇലമഞ്ഞളിപ്പ് സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെ കാണുകയാണെങ്കിൽ അതിന് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം കായ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് 5 ഗ്രാം സൊലിബോർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടി മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഉൽപാദനം കൂട്ടാനും ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കുമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പഴച്ചെടികൾ പൂക്കുന്ന ഒരു സമയമാകുമ്പോൾ NPK 18-18-18 ചേർത്ത് കൊടുക്കാം. ചെടിയുടെ ചുവട്ടിൽ നിന്നും മാറ്റി ചെറിയൊരു കുഴിയെടുത്തതിന് ശേഷം അതിൽ നമുക്ക് NPK 18-18-18 ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യണം. പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം വേണം വളങ്ങൾ കൊടുക്കാനായിട്ട്. പിന്നെ നനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രമ്മുകളിലും വലിയ പോട്ടുകളിലൊക്കെ വെച്ചിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ 2 നേരം നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കുമ്പോൾ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചില ചെടികൾ പൂക്കുന്ന സമയമാകുമ്പോൾ അതിനൊരു സ്ട്രെസ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം കൊടുക്കാനായിട്ട്. പിന്നെ പഴച്ചെടികളെ സംബന്ധിച്ച് പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. ചെടി നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അതിൽ
ഇത്തിരി കായപിടുത്തം ഉണ്ടാവുള്ളൂ. ചെടി പ്രൂൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം പഴച്ചെടികൾ മേടിക്കുമ്പോൾ അതിൻ്റെ മണ്ണൊന്ന് ശ്രദ്ധിക്കണം. ആ മണ്ണിൽ കളിമണ്ണ് കൂടുതലുണ്ടെങ്കിൽ ആ ചെടിയുടെ വേര് പൊട്ടാത്ത രീതിയിൽ നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡ്രമ്മിലൊക്കെയാണ് നടുന്നതെങ്കിൽ അത് നട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം അവിടെ കെട്ടിക്കിടക്കും. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തുള്ള വേരുകൾ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് വളരുകയും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.